ശ്രീ പ്രസാദ് കണ്ണൻ എന്താണ് ഈ ഡോക്യുമെന്ററിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നതൊന്ന് വ്യക്തമാക്കാമോ? പിണറായി ദ ലെജൻഡ് അത് ഈ ഘട്ടത്തിൽ പുറത്തിറക്കുന്നത് സർക്കാരിന്റെ വാർഷികാഘോഷം, 4ാം വാർഷികാഘോഷം എന്നുള്ളതിന്റെ ഭാഗമായി ആണോ? അല്ല, ഇതിനകത്ത് ശരിക്കും നമുക്ക് ഒറ്റ സെന്റൻസിൽ നമുക്കത് ഇതിനുള്ള ഉത്തരം ചുരുക്കാൻ പറ്റും. അതായത് പിണറായി സഖാവിലുള്ളത് മാത്രമേ ഈ ഡോക്യുമെന്ററിയിലുള്ളൂ, അല്ലെങ്കിൽ ഈ ഡോക്യുമെന്ററിയിൽ ഉള്ളത് മാത്രമേ പിണറായി സഖാവിലുള്ളൂ. അതാണ് ഇതിനകത്ത് മറ്റ് ഉദ്ദേശങ്ങളില്ല. ഒരു നേതാവിനെ, കേരളം കണ്ട ഏറ്റവും നല്ലൊരു നേതാവിനെ രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള ഉദ്ദേശം. അതെ, അപ്പൊ അതായത് ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ എന്നുള്ളതല്ല, പിണറായി വിജയൻ എന്നുള്ള നേതാവിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള ഒരു ഡോക്യുമെന്ററിയാണിത്, അല്ലേ? പിണറായി വിജയൻ എന്ന് പറയുന്ന മഹാനായ ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ നേതൃത്വം നല്ല രീതിയിൽ ചെയ്തത് കൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തെ തികഞ്ഞ നേതാവ് എന്ന് പറയാൻ പറ്റുന്നത്. പകരക്കാരനില്ലാത്ത തികഞ്ഞ നേതാവ്. പകരക്കാരനില്ലാത്ത തികഞ്ഞ നേതാവ്, ഒരേ ഒരു നേതാവ് എന്ന് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. അതായത് കേരളത്തിൽ അത്തരത്തിലേക്ക് ഒരൊറ്റ നേതാവ് പോലും ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് മുൻപ് ഇത്തരത്തിലുള്ള കേരളത്തിനെ ഈ തരത്തിൽ വികസനത്തിലേക്ക് എത്തിച്ച മറ്റൊരു നേതാവിന്റെ പേര് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ?